കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലും മത്സ്യ മാർക്കറ്റിലും മലിനജലം കെട്ടിക്കിടക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് രോഗഭീഷണി ഉയർത്തുന്നു. മലിനജലത്തിൽ കൊതുക് വളരുന്നത് മീൻ വിൽപ്പനക്കാർക്ക് ഭീഷണിയായിട്ടുണ്ട്. കാഞ്ഞങ്ങാടിനെ വൃത്തിഹീനമെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങളിലൊന്നായ മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം ചവിട്ടി വേണം അവർക്ക് നഗരത്തിലെത്താൻ. സകല രോഗവും പരത്തുന്ന കൊതുകുകൾ വളരുന്ന ഈ മലിനജലം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയാണ് ഒഴുകുന്നത്. മഴ കനത്താൽ റോഡ് പുഴയാകും. അപ്പോൾ യാത്രക്കാർ ഈ പുഴ താണ്ടണം. നഗരത്തിലെ മാലിന്യ നിക്ഷേപത്തിനു പിന്നാലെ മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയും നഗരസഭയ്ക്ക് അഴിയാക്കുരുക്കാകുന്നു. കോടികൾ മുടക്കി കോട്ടച്ചേരി മത്സ്യ മാർക്കറ്റ് നവീകരിക്കാനുള്ള നഗരസഭാ തീരുമാനം എന്നും ദുർഗന്ധം വമിപ്പിച്ചിരുന്ന മത്സ്യ മാർക്കറ്റിന് ഇതിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കുമെന്നാണ് ജനം കരുതിയത്. എന്നാൽ ദീർഘവീക്ഷണമില്ലാത്ത നവീകരണമാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ജനങ്ങളും മത്സ്യവില്പനക്കാരും പറയുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ഉണ്ടായിട്ട് എന്താക്കണം? ഈ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ എന്തെന്ന് ഇതൊരു മനുഷ്യന് ചിന്തിക്കുന്നില്ല. ഇതിന്റെ അവസ്ഥ എങ്ങനെയെന്ന് എല്ലാവർക്കും എന്തെല്ലാം പനി പിടിച്ചിട്ടുണ്ട്, ഇപ്പോ എന്തെല്ലാം രോഗം പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു പരിഹാരം ഇവർ കിടന്ന് കാണുന്നില്ല. ഇവിടെ ചളിവെള്ളം കെട്ടി നിങ്ങൾക്ക് കൊതി കടിച്ചിട്ടുണ്ടെന്ന് ഇരിക്കാനും നിൽക്കാനും ഇത് സാധ്യതയല്ല. എല്ലാവർക്കും ഇവിടെ പനി പിടിച്ച് മേക്കെല്ലാം അല്ല ഒരു ഭാഗം ചൊറിച്ചൽ പിടിച്ച് പൊന്തിയിട്ട് ഇങ്ങനെ മേലെല്ലാം പൊന്തിയിട്ട് വന്നിട്ട് ഒരു ഭാഗം ചൊറിഞ്ഞിട്ട് നിൽക്കാൻ കഴിയുന്നു. രാത്രി ഉറക്കില്ല ഞങ്ങൾക്കെല്ലാം ചൊറിഞ്ഞിട്ട് കൊതു അടിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ. രണ്ടാൾക്ക് പനിയായിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, മലേറിയ ആയിട്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെന്തെങ്കിലും ഒരു പോംബായി കണ്ടെത്ത് കഴിയുമെങ്കിൽ. 75 ലക്ഷം രൂപ ചിലവിലാണ് മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചത്. മലിനജലം ഒഴുക്കിവിടുന്നതിനുള്ള ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിന് ഫിഷറീസ് വകുപ്പ് 25 ലക്ഷവും നൽകി. വർഷങ്ങളായിട്ടും ബയോഗ്യാസ് പ്ലാന്റ് പൂർത്തീകരിക്കാൻ അധികൃതർക്കായിട്ടില്ല. നിർമ്മാണം പൂർത്തിയാക്കാൻ നഗരസഭാ അധികൃതരും വേണ്ട താൽപ്പര്യം കാണിച്ചില്ലെന്ന് വേണം പറയാൻ. പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായാൽ മലിനജലം ഒഴുകുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നിരിക്കെ ഇതിനകം പണം പറ്റിയ ഏജൻസിയെ കൊണ്ട് അത് നടത്തിക്കാൻ നഗരസഭ ശ്രമിക്കാത്തതിലും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. 1 കോടിയോളം ചെലവിട്ട മാർക്കറ്റിൽ മത്സ്യം വാങ്ങാനെത്തുന്നവർക്ക് എന്നും മലിനജലത്തിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. അതിലേറെ ദുരിതമാണ് ഇവിടെ മത്സ്യവില്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത്. നഗരസഭയുടെ തീരപ്രദേശത്ത് മലമ്പനി ഭീഷണിയുള്ളപ്പോൾ മാറാരോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ വളരുന്ന മത്സ്യ മാർക്കറ്റിൽ ഫോഗിംഗ് നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ചമ്മട്ടം വയലിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലെ മാലിന്യ നീക്കം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ പ്രക്ഷോഭം നടത്തിയ BJPയും മുഖ്യ പ്രതിപക്ഷമായ CPMഉം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാത്തതും ചർച്ചയായിട്ടുണ്ട്.